ദൈവനാമത്തിന് മഹത്വം. ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. തൊട്ടടുത്തിരിക്കുന്നവരെ ഗോഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനാണെന്ന് പറയാമോ? ദൈവം നല്ലവനാണ്. സ്തോത്രം. ഗോഡ് ഈസ് ഗുഡ്. ഗോഡ് ഈസ് ഗുഡ്. യെസ്. ഈ ദിവസങ്ങളിൽ നമ്മൾ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിലെ കാര്യങ്ങളാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1 കൊരിന്ത്യർ 14-ാം അധ്യായം. പ്രത്യേകിച്ച് നമുക്കറിയാം, കൊരിന്ത്യ സഭയിലെ ചില പ്രശ്നങ്ങൾക്ക് ഉത്തരമായി അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുകയാണ്. 1 കൊരിന്ത്യർ അതിൽ 14-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് ആത്മീയ വരങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ആത്മീയ വരങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. സ്തോത്രം. യേശു തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ 14-ാം അധ്യായത്തിൽ ആത്മീയ വർധന അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ ആ ഗ്രീക്കിലെ മൂലഭാഷയും ഈ 14-ാം വാക്യത്തിൽ കാണുന്ന ആ മൂലഭാഷയും ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലാണ് യേശു പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണി. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. The Greek terms, that is the root word used in Matthew chapter 16 and 1 Corinthians chapter 14, when he talks to build up the church, equip the church, is the same. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? യേശു തൻ്റെ സഭയെ പണിയും. ദൈവം നമുക്ക് ആത്മീയ വരങ്ങളെ തന്നിട്ടുണ്ട്, ആത്മീയ ദാനങ്ങളെ തന്നിട്ടുണ്ട്. എന്തിന്? കർത്താവിനോടൊപ്പം ചേർന്ന് പണിയാൻ. അതിൻ്റെ ഗൗരവം നാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിനോട് ചേർന്ന് തൻ്റെ സഭയെ പണിയാൻ ദൈവം നമുക്ക് ആത്മീയ വരങ്ങളെ നൽകിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത്, നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യമുണ്ട്, ആം ഐ ബിൽഡിംഗ് ദ ചർച്ച് ഓർ ആം ഐ ടേറിംഗ് ഇറ്റ് ഡൗൺ? ഞാൻ കർത്താവിൻ്റെ സഭയെ പണിയുകയാണോ, കർത്താവിൻ്റെ സഭയെ ഇടിച്ചു കളയുകയാണോ? പിന്നെ നമുക്ക് ചോദിക്കണം, എൻ്റെ സഭയിലെ പ്രശ്നങ്ങൾ മുഖാന്തരം ആത്മീയ വരങ്ങൾ സഭ പണിയാൻ, മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്താൻ ഞാൻ ഉപയോഗിച്ച് നിർത്തിയോ, അതോ തുറന്ന് ഉപയോഗിക്കുന്നുണ്ടോ? 1 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പം നമുക്കറിയാം ഒത്തിരി പ്രശ്നങ്ങൾ ആ സഭയിലുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞ് ഇവിടം വരെയായി. ഒത്തിരി പ്രശ്നങ്ങൾ ആ സഭയിലുണ്ടായിരുന്നു. 11, 12, 13, 14 വാക്യങ്ങൾ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്, സഭയുടെ ആരാധനയെക്കുറിച്ച് ഒത്തിരി കൺഫ്യൂഷൻ, ഒത്തിരി ചോദ്യങ്ങൾ, ഒത്തിരി ക്രമക്കേടുകൾ ആ സഭയിലുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാകാം ആ സഭയോടാണ് എങ്ങനെയാണ് ക്രമീകൃതമായി, ഓർഡർലിയായി, ദൈവികമായ ആരാധന ക്രമീകരിച്ചു പോകേണ്ടതെന്ന് അപ്പോസ്തലനായ പൗലോസ് ആത്മാവിൽ ലേഖനം എഴുതുകയാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത്, ചർച്ച് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ സഭ എന്ന് പറയുമ്പോൾ അതൊരു പെർഫെക്റ്റ് ആൾക്കാരുടെ യൂണിയൻ അല്ല. ഇറ്റ്സ് നോട്ട് എ ഗ്യാതറിംഗ് ഓഫ് പെർഫെക്റ്റ് പീപ്പിൾ. എൻ്റെ ഹസ്ബൻഡ് കൂടെ പറയാറുണ്ട്, നമ്മൾ ആ ചർച്ച വരുമ്പോഴത്തേക്ക് ആ ചർച്ച ഇംപെർഫെക്റ്റ് ആയെന്ന്. കാരണം നമ്മളാണ് ഏറ്റവും വലിയ ഇംപെർഫെക്റ്റ് ആള്. ഹൗവർ, ചർച്ച് എന്ന് പറഞ്ഞാല് പെർഫെക്റ്റ് ആയ പൂർണ്ണതയുള്ള ആൾക്കാരുടെ ഒരു സംഗമം അല്ല, കൂട്ടമല്ല. മറിച്ച് ഇറ്റ് ഈസ് എ ബോഡി ഓഫ് കോൾഡ് ഔട്ട് വൺസ്, വിളിക്കപ്പെട്ടവരുടെ, സെൻഡ് ഔട്ട് വൺ, അയക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ് ക്രിസ്തീയ സഭ. ഈ ക്രിസ്തീയ സഭയിൽ നമ്മൾ കർത്താവിനോട് പോലെ ആകാനായിട്ട് കർത്താവും പരിശ്രമിക്കുന്നു. നമ്മളുടെ ആത്മീയ വരങ്ങൾ തമ്മിൽ പ്രയോജനപ്പെടുന്നത് കൊണ്ട് നമ്മളും അന്യോന്യം എന്താണ്, മറ്റുള്ളവരെ വളർത്തിയെടുക്കാൻ, കർത്താവിനെ പോലെ ആകാൻ വേണ്ടി നമ്മളും കർത്താവിനോടൊപ്പം ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതിൽ പരിശുദ്ധാത്മാവിൻ്റെയും ദൈവവചനത്തിൻ്റെയും ഒക്കെ റോൾ വളരെയാണ്. സ്തോത്രം. അപ്പോൾ 11-ാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ പറയുന്നു. 12-ാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് വരങ്ങളെ കുറിച്ച് പറയുകയാണ്. ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് എന്ത് ചെയ്തു? വരങ്ങളെ തന്നു. ആ വരങ്ങൾ ഉപയോഗിക്കേണ്ടത് സ്നേഹത്തിലായിരിക്കണം. 13-ാം അധ്യായത്തിൽ പറയുന്നു, സ്നേഹത്തിലായിരിക്കണം ആ വരങ്ങൾ ഉപയോഗിക്കേണ്ടത്. 14-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ പ്രത്യേകമായിട്ട് ഗിഫ്റ്റ്സ്, 2 ഗിഫ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. അന്യഭാഷ, പ്രവചനം. അന്യഭാഷ പ്രവചനം എങ്ങനെ സഭയിൽ ഉപയോഗിക്കണം
എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് 14-ാം അധ്യായത്തിൽ വരുന്നത്. പ്രത്യേകമായിട്ടും when we gather together, how do we use tongues and prophecy? നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രവചനം ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അന്യഭാഷ ഉപയോഗിക്കേണ്ടത്? സ്തോത്രം. പ്രധാനമായി മനസ്സിലാക്കുക, നമ്മൾ ഒരുമിച്ച് കൂടുന്നത് as a church, when we gather together for corporate worship, it's for the edification of the others. മറ്റുള്ളവരുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഒരുമിച്ച് കൂടുന്നത്. കഴിഞ്ഞ ആഴ്ച ദേവദാസൻ പറഞ്ഞപ്പോൾ അവസാനം കൺക്ലൂഡ് ചെയ്തവൻ പറഞ്ഞല്ലോ, ലോകത്തെ സ്നേഹിച്ച് ദൈവം എന്ത് ചെയ്തു? യേശുവിനെ നമുക്ക് നൽകി. നമ്മളോട് സ്നേഹമുണ്ടായത് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും കർത്താവ് പിടിച്ചെടുക്കുമല്ലായിരുന്നു. മറിച്ച് ലോകത്തെ സ്നേഹിച്ചിട്ട് ദൈവം യേശുവിനെ, God so loved the world and he gave, തന്നു. അതേപോലെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ ദൈവത്തിന്റെ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നത് പോലെ ഞാനും എൻ്റെ കൂടെയുള്ളവരെ സ്നേഹിച്ച് എനിക്കെന്ത് ദൈവത്തിന് നൽകാൻ പറ്റും, എനിക്കെന്ത് മറ്റുള്ളവരുടെ ആത്മീയവർദ്ധനയ്ക്ക് എനിക്കിന്ന് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കെന്ത് കിട്ടിയെന്നല്ല ചോദ്യം. കഴിഞ്ഞ നമ്മൾ കേട്ടല്ലോ, നാം എന്ത് കൊടുത്തു? What did I give to the Lord? What did I give to for the edification of my co-believers? എൻ്റെ കൂടെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി, അവരെ വളർത്തിയെടുക്കാൻ, അവരെ സജ്ജരാക്കാൻ ഞാൻ എന്ത് നൽകാനായിട്ട് പറ്റി? സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇതാണ് സംസാരിച്ചു വരുന്നത്. നമ്മുടെ പേഴ്സണൽ ബ്ലെസ്സിങ്ങിനേക്കാൾ ഉപരി, എൻ്റെ വർധനവ്, എൻ്റെ നന്മയേക്കാൾ ഉപരി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ എങ്ങനെ മറ്റുള്ളവരെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെ മറ്റുള്ളവരെ ഒന്ന് ആത്മീയ വർധനയ്ക്ക്, എങ്ങനെ മറ്റുള്ളവരെ ഒരുക്കിയെടുക്കാൻ, കർത്താവിന്റെ വേലയ്ക്ക് ഒരുക്കിയെടുക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു ചിന്തയായിരിക്കണം ഒരുമിച്ച് കൂടുമ്പോൾ ആത്മീയ വരങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേണ്ടതെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. ഇവിടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 1-2 കാര്യങ്ങൾ വേഗം ഞാൻ പ്രിൻസിപ്പിൾസ് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ, എല്ലാ ഗിഫ്റ്റും ഫോർ ദ കോമൺ ഗുഡ്, പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. 12-ാം അധ്യായത്തിലും പറയുന്നു, 14-ാം അധ്യായത്തിലും പറയുന്നു. ഓൾ ഗിഫ്റ്റ്സ് ആർ ഫോർ കോമൺ ഗുഡ്, ഫോർ ദ എഡിഫിക്കേഷൻ ഓഫ് ദ ബോഡി. മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്താനാണ് എല്ലാ ഗിഫ്റ്റും. നമ്മൾ നമുക്ക് എന്താ കിട്ടുന്നില്ലേ? നമുക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞ് നമ്മൾ കൊടുക്കേണ്ടവരാണ്. എല്ലാ ഗിഫ്റ്റും ആത്മീയ വർധനയ്ക്ക്, മറ്റുള്ളവരുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണ്. സ്തോത്രം. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവം നമുക്ക് ഗിഫ്റ്റ് തരുമ്പോൾ നമ്മൾ അതിന്റെ കാര്യവിചാരകരാണ്. ഇപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ദർശനത്തിന്റെ ഗിഫ്റ്റ് തന്നെന്നിരിക്കട്ടെ, ആ ദർശനത്തിന്റെ ഗിഫ്റ്റ് നമ്മൾ വളർത്തിയെടുക്കണം. കാര്യവിചാരകരാണ്, നമ്മൾ വളർത്തേണ്ടവരാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വണ്ടി ഓടിക്കാൻ വിളിച്ച അദ്ദേഹത്തിന് പറയുന്നത് ക്ഷമിക്കണം, ഞങ്ങളോട് പറഞ്ഞു, എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല, പഠിപ്പിച്ചിട്ടില്ല ആരും. നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ അടുത്തുള്ള ഒരു സഹോദരന്റെ കാര്യമാണ് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കും പാസ്റ്ററെ, 4:30 ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, ദൈവം എനിക്ക് ദർശനങ്ങളെ തരും. പാസ്റ്ററോട് ഞാൻ പാസ്റ്ററെ കുറിച്ച് ഞാൻ ദർശനം കണ്ടു കേട്ടോ, സഭയിലെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ദൈവം ദർശനം തരും, ഞാൻ അതെല്ലാം എന്ത് ചെയ്യും, എൻ്റെ സഭയിലെ ആൾക്കാരോട് പറയും. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം നമ്മളെപ്പോലെ BA-യോ MSc-യോ ഒന്നുമില്ല. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ട്? ഒരു വെളിപ്പാടിന്റെ ഒരു വരമുണ്ട്. അദ്ദേഹം എന്താണ്? പ്രാർത്ഥിക്കുന്നു, ലഭിക്കുന്നു, മറ്റുള്ളവർക്ക് അത് നൽകുന്നു. നമ്മൾ കാര്യവിചാരകരായിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ചന്തവും ഉചിതമായി നടക്കണം. 14-ാം അധ്യായത്തിന്റെ അവസാനം വരുന്നുണ്ട്, എല്ലാം ചന്തവും ഉചിതമായി വേണം എല്ലാ ഗിഫ്റ്റും സഭയിൽ ഉപയോഗിക്കാൻ. എന്നാൽ ഒരു റിമൈൻഡർ ഉണ്ട്, എന്താണ്? 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പി. എത്ര ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ എൻ്റെ ഹൃദയത്തിൽ വിശാലതയില്ലെങ്കിൽ, ഒരുപക്ഷെ എൻ്റെ സഹോദരൻ ചെയ്യുന്നതെല്ലാം ഞാൻ അംഗീകരിക്കത്തില്ലായിരിക്കാം, അംഗീകാരമല്ല, പക്ഷെങ്കിൽ എൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ മാനസാന്തരപ്പെടണം. കർത്താവേ, അങ്ങയുടെ വരം വാഞ്ചിക്കുന്നു. ഞാൻ വായിക്കുന്നുണ്ട്, ആത്മീയ വരങ്ങളെ വാഞ്ചിക്കുന്നു. ഐ ഡിസയർ, ഒത്തിരി ആത്മീയ വരങ്ങളെ ഞാൻ വാഞ്ചിക്കുന്നു കർത്താവേ, പക്ഷെ എൻ്റെ സഹോദരനെ ഒന്ന് സ്നേഹിക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ടതാണ്. സ്നേഹം വാഞ്ചിക്കുക, സ്നേഹത്തിൽ ഉത്സാഹിക്കുക, സ്നേഹം ലഭിക്കാൻ ഉത്സാഹിക്കുക, അതോടൊപ്പം തന്നെ ആത്മീയ വരങ്ങളെ വാഞ്ചിക്കുക. രണ്ടും ഒരു പാളത്തിൽ ഒരു ട്രെയിൻ പോകാൻ 2 ട്രാക്ക് ഉള്ളതുപോലെ, ഒരു ട്രാക്ക് എന്താണ്? സ്നേഹം നമ്മൾ എന്താണ്?
ആചരിക്കുന്നു, സ്നേഹം വാഞ്ചിക്കുന്നു, സ്നേഹിക്കാൻ പഠിക്കുന്നു. അടുത്ത എന്താണ്? ആത്മീയ വരം വാഞ്ചിക്കുന്നു. സ്തോത്രം. അപ്പോൾ 3 പ്രിൻസിപ്പിളാണ് ഞാൻ പറഞ്ഞത്. 2 പ്രിൻസിപ്പിൾ, ഒരു റിമൈൻഡർ. ആദ്യം എന്താണ്? എല്ലാ വരങ്ങളും പൊതുപ്രയോജനത്തിനാണ്. രണ്ടാമത്, നമ്മൾ അതിൻ്റെ ഒരു കാര്യവിചാരകനാണ്. ദൈവം നമുക്ക് തന്നു, അത് കാര്യവിചാരകനാണ്. എന്നാലും അതെല്ലാം ചന്തവും ഉചിതമായി പോവുക. ഫൈനൽ റിമൈൻഡർ ഇസ് വി ഷുഡ് ഫോളോ ദ വേ ഓഫ് ലവ്. സ്നേഹം ആചരിക്കണം. സ്തോത്രം. ഇനി നമുക്ക് ഈ അധ്യായം എന്ന് നോക്കാം. 14-ാം അധ്യായത്തിന്റെ 13 മുതൽ 25 വരെയുള്ള വാക്യമായിരിക്കും. 1 Corinthians 14 verses 13 to 25 ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിൽ 13, കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച 12-ാമത്തെ വാക്യം കൂടെ ചേർത്തൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. 12-ാം വാക്യം, ഔവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകിയാൽ സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പിൻ. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കട്ടെ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അല്ല, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു സത്യം, മറ്റവന് ആത്മിക വർധന വരുന്നില്ല താനും. നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നത് സഫലന്മാരാകാൻ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട വാക്യമാണ്. സഭയുടെ ആത്മീയ വർധനയ്ക്കായി സഫലന്മാർ ആകുവാൻ ശ്രമിക്കുവിൻ എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ വരം നമുക്ക് തരുമ്പോൾ മറ്റുള്ളവരെ പണിതെടുക്കാൻ ഉള്ള വരത്തിൽ നമ്മൾ മികവുള്ളവരായിരിക്കണം. മികവെന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളർച്ച, ഒരു നല്ല ഒരു അവസ്ഥയാണ്. ഒരു മോശമല്ല, ഒരു നല്ലൊരു അവസ്ഥ. മികച്ച എന്നൊക്കെ പറയും, നല്ലത്. അപ്പോൾ മറ്റുള്ളവരെ വളർത്തിയെടുക്കാൻ വേണ്ടി സഭയുടെ ആത്മീയ വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിക്കുവിൻ. എങ്ങനെ ശ്രമിക്കണം? 13-ാം വാക്യം തൊട്ടാണ് പറയുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ നമ്മൾ എന്ത് ചെയ്യണം? വ്യാഖ്യാനത്തിനായി പ്രാർത്ഥിക്കണം. അന്യഭാഷ പറയുന്നത് നിർത്തണമെന്നോ അന്യഭാഷ ആർക്കും വേണ്ടാന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അന്യഭാഷ വേണം എന്ന് തന്നെയാണ്, അന്യഭാഷയിൽ സംസാരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെങ്കിൽ അന്യഭാഷ നമുക്ക് ലഭിച്ചെങ്കിൽ ആ ഒരു വരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് തൃപ്തിപ്പെടരുത്. മറിച്ച് we need to ask God for fill us with the gift of interpretation. നമുക്ക് ലഭിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവസരം കൊടുക്കുക. എല്ലാവർക്കും ഒരുപക്ഷെ ഗിഫ്റ്റ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഗിഫ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ, ഈ അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ വി ക്യാൻ പ്രേ ഫോർ ദ ഗിഫ്റ്റ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. ഒരു കാര്യം നാം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദേവദാസൻ പറഞ്ഞത് കേട്ടത്, അന്യഭാഷ തരണമേ, അന്യഭാഷ തരണമേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് പരിശുദ്ധാത്മാവിനെ തരണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. വി ഷുഡ് പ്രേ ഫോർ ഗീവ് us ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ വരുന്നതാണ് ഈ വരങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മൾ അന്യഭാഷയെ ആരാധിക്കരുത്, മറിച്ച് എന്താണ്? ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പക്ഷെങ്കിൽ അന്യഭാഷ, ഈ മറ്റു വരങ്ങളൊക്കെ സഭയെ പണിതെടുക്കാൻ വേണ്ടിയുള്ളതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് വാഞ്ചിക്കുക, അത് ആഗ്രഹിക്കുക. അപ്പോൾ അന്യഭാഷ ലഭിച്ച നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കണം. ഇവിടെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതൊരു പ്രത്യേക ഒരു ആത്മീയ അനുഭവമാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആത്മീയ അനുഭവമാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം നാം തൃപ്തിപ്പെടരുത്. സ്തോത്രം. കാരണം അത് വ്യാഖ്യാനിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിനോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, നമ്മൾ അന്യഭാഷ മാത്രം പറഞ്ഞാൽ അത് കേൾക്കുന്ന മറ്റൊരു വ്യക്തിക്ക് അതുകൊണ്ട് ഒരു ആത്മീയ വർധന വരുത്തുന്നില്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കണം. ഇത് ഇദ്ദേഹം 14-ാം വാക്യത്തിൽ പറയുന്നു. പല രീതിയിലുള്ള ആരാധനയെക്കുറിച്ച് പറയുന്നു. വാക്കുകൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഉപയോഗിക്കുന്നു, പിന്നെ പാടും,
പിന്നെ സ്തോത്രം ചെയ്യും. ഇതെല്ലാം എന്താണ്? ആരാധനയിലാണ്. പാട്ട്, പ്രാർത്ഥന, സ്തോത്രമെല്ലാം ആരാധനയാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്, എന്നാൽ എൻ്റെ ബുദ്ധി എന്താണ്? അവിടെ ഫലമില്ലാതെയാകുന്നു. എന്നാൽ ആത്മാവ് കൊണ്ടും ഞാൻ പ്രാർത്ഥിക്കും, പിന്നെന്താണ്? ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുകയാണ്, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. അത് മാത്രമല്ല, ആത്മാവ് കൊണ്ടും പാടും, പിന്നെ ബുദ്ധി കൊണ്ടും പാടും. നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പ്രാർത്ഥന, പാട്ട്, പിന്നെ അടുത്താണ് സ്തോത്രം, പ്രൈസ്. ഇവിടെ ആത്മാവ് കൊണ്ടും ചെയ്യാം, ബുദ്ധി കൊണ്ടും ചെയ്യാം. ഇത് രണ്ടും ആവശ്യമാണ്. അതിനൊരു ബാലൻസ് നമുക്ക് വേണം. ആത്മാവ് കൊണ്ടും പാടണം, ബുദ്ധി കൊണ്ടും പാടണം. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കണം, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കണം. ആത്മാവ് കൊണ്ട് സ്തോത്രം ചെയ്യണം, ബുദ്ധി കൊണ്ട് സ്തോത്രം ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രശ്നം? 16ഉം 17ഉം വാക്യത്തിലാണ് അതിന്റെ പ്രശ്നം. ആത്മാവ് കൊണ്ട് മാത്രം ഞാൻ സ്തോത്രം ചെയ്താൽ നമ്മുടെ കൂടെ ഇരിക്കുന്നവർക്ക് എങ്ങനെ ആമേൻ പറയാനായിട്ട് സാധിക്കും? നമ്മൾ പ്രാർത്ഥനാ ശബ്ദം കേട്ട് മറ്റുള്ളവർ ആമേൻ പറയണമെങ്കിൽ അവർക്ക് മനസ്സിലാകണം. അതുകൊണ്ട് ആത്മാവ് കൊണ്ടും നമ്മൾ പാടണം, പ്രാർത്ഥിക്കണം, സ്തോത്രം ചെയ്യണം. പിന്നെ ബുദ്ധി കൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, പാടണം, സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഫേക്ക് അല്ല, അത് റിയലായിട്ട് നമ്മൾ സ്തോത്രം പറയുകയാണ്. ആത്മാവിൽ നമ്മൾ ശരിക്കും ട്രൂത്തിൽ നമ്മൾ വർഷിപ്പ് ചെയ്യുകയാണ്. പക്ഷെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉപയോഗപ്രകടമാണെങ്കിൽ, മറ്റുള്ളവരെ അത് വളർത്തിയെടുക്കണമെങ്കിൽ എൻ്റെ സ്തോത്രം എന്തായിരിക്കണം? ബുദ്ധി കൊണ്ടും ആയിരിക്കണം. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ അനുഭവം പറയുവാണ്, ഐ സ്പീക്ക് മോർ ടങ്സ് ദാൻ യു. നിങ്ങളെക്കാൾ എല്ലാം ഉപരി ഞാനാണ് ഒത്തിരി അന്യഭാഷ പറയുന്നത്. പക്ഷെങ്കിൽ 5 വാക്ക് ബുദ്ധി കൊണ്ട് ഉപയോഗിക്കുന്നതാണ് കൂടി വരുമ്പോൾ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നത്. 5 എവിടെ ഇരിക്കുന്നു? 10,000 എവിടെ ഇരിക്കുന്നു? 5 രൂപ വേണം, 10,000 രൂപ. നമ്മൾ പറയും 10,000 മതി എന്നില്ലേ? എന്നിട്ട് ആ കമ്പാരിസൺ കണ്ടില്ലേ? 5 വേർഡ് ബുദ്ധി കൊണ്ട് സംസാരിക്കുന്നതാണ് 10,000 വേർഡ് അന്യഭാഷയിൽ നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ സംസാരിക്കേണ്ടത്. കാരണം എന്താണ്? മറ്റുള്ളവരെ വളർത്തിയെടുക്കാൻ. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഞാൻ പറഞ്ഞ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അതേ വാക്കാണ്. മറ്റുള്ളവരെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് എനിക്ക് വരങ്ങളെ തന്നത് എന്നൊരിക്കലും ബോധ്യം വരുമ്പോൾ, ഒരുമിച്ച് കൂടി വരുമ്പോൾ, ഞാൻ അന്യഭാഷകൾ സംസാരിക്കുന്നതിനേക്കാൾ ബുദ്ധി കൊണ്ട്, പരിശുദ്ധ ദൈവം എനിക്ക് തന്ന ജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യും? ബുദ്ധി കൊണ്ട് സംസാരിക്കും, പ്രവചിക്കും. അന്യഭാഷകളെ ഞാൻ എന്ത് ചെയ്യും? വ്യാഖ്യാനം ചെയ്യും. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു, പക്ഷെ അതിൽ ബുദ്ധിയില്ല. മൈൻഡ് ഈസ് നോട്ട് വർക്കിംഗ്. അവിടെ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും. അതാണ് 1 കൊരിന്ത്യർ കണ്ടത്. സ്തോത്രം. എന്നാൽ ബുദ്ധിയേ ഉള്ളൂ, പരിശുദ്ധാത്മാവില്ല. അതൊരു വരണ്ട അനുഭവമാണ്. ബുദ്ധിയേ ഉള്ളൂ, പരിശുദ്ധാത്മാവില്ലെങ്കിൽ അത് വരണ്ട അനുഭവമാണ്. അതുകൊണ്ട് നമുക്ക് ബുദ്ധിയും വേണം, വി നീഡ് സ്പിരിറ്റ് ആൻഡ് ഓൾസോ വി നീഡ് ദ മൈൻഡ്. ബുദ്ധിയും വേണം, സ്പിരിറ്റും വേണം. രണ്ടും നമുക്ക് വേണമെങ്കിൽ മാത്രമേ വി കൻ എഡിഫൈ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ സഭയെ മറ്റുള്ളവരെ വളർത്തിയെടുക്കണമെങ്കിൽ ആത്മാവും വേണം, ബുദ്ധിയും വേണം. ആത്മാവും ബുദ്ധിയും വേണം. നമുക്കറിയാമല്ലോ, പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകിച്ച് അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതാണ്, നമ്മുടെ കർത്താവിനോട് നമ്മൾ സംസാരിക്കുകയാണ്, ഇല്ലേ? അപ്പോൾ നിങ്ങളെക്കാൾ എല്ലാം അധികം പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷകൾ സംസാരിച്ച പൗലോസ് എവിടെ വെച്ചായിരിക്കും സംസാരിച്ചത്? ചർച്ച വന്നപ്പോഴാണോ സംസാരിച്ചത്? അല്ല, ഭവനങ്ങളിൽ ഇരുന്നപ്പോൾ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡും എൻ്റെ അച്ചാച്ചനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഷേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ അന്യഭാഷ പറയുകയാണ്. കാരണം എന്താണ്? their mind is connected with God. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം കേട്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് പോകുന്നവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തന്നെ ദൈവമായിരിക്കുമ്പോൾ അവർ ചെയ്യുകയാണ്. ഒരുമിച്ച് വരുമ്പോഴോ മറ്റുള്ളവരെ വളർത്തിയെടുക്കാൻ. സ്തോത്രം. ഒഴിഞ്ഞ കപ്പായിട്ട് വന്നാൽ ഞാൻ എങ്ങനെ മറ്റുള്ളവർക്ക് പകരാനായിട്ട് സാധിക്കും? നമ്മൾ ചർച്ചിൽ വരുന്നത് നിറയ്ക്കാനല്ല, മറിച്ച് നിറഞ്ഞ കപ്പുകളുമായിട്ടാണ് നമ്മൾ ചർച്ചിലോട്ട് വരുന്നത്. ആരെങ്കിലും എൻ്റെ ഒരു സഹോദരി, എൻ്റെ ഒരു സഹോദരൻ ഭാരപ്പെടുന്നു, പ്രയാസത്തിലായിരിക്കുന്നു, എപ്പോഴും നമ്മൾ ഒരുപോലെ അല്ലല്ലോ. അവരെ ഞാൻ എങ്ങനെ ഒന്ന് ആത്മാവിൽ ഒന്ന് ബലപ്പെടുത്താൻ സാധിക്കും? എങ്ങനെ അവരെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും? സ്തോത്രം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ
മറ്റുള്ളവരെ ആത്മീയ വർധന വരുത്താനായി പരിശുദ്ധാത്മാവിന്റെ വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കേട്ടായിരുന്നു പ്രവചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മീയ മർമ്മങ്ങളെയാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ സംസാരിക്കുന്നത്. അന്യഭാഷ സംസാരിക്കുമ്പോൾ ആത്മീയ മർമ്മങ്ങൾ, സ്തോത്രം, അത് നമ്മളുടെ വ്യക്തിപരമായ ആത്മീയ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നു. എന്നാൽ മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി വ്യാഖ്യാനപരം ഞാൻ വാഞ്ചിക്കുക, പ്രവചനപരം ഞാൻ വാഞ്ചിക്കുക. നമ്മൾ ഒരു പെന്തിക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നവരും അതിൽ വളരാൻ ആഗ്രഹിക്കുന്നതും ആയതുകൊണ്ട് ഞാനൊരു ചാർട്ട്, ഒരു ഹെൽപ്പ് കൊണ്ട് ഞാൻ ചാർട്ട് ഉണ്ടാക്കി. ഈ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷയെക്കുറിച്ചും പ്രവചനത്തെക്കുറിച്ചും അന്യഭാഷയെക്കുറിച്ചും പ്രവചനത്തെയും കുറിച്ച് പറയുന്ന ഒരു ചാർട്ട് ഞാനൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് കാണിക്കാമോ ആ ചാർട്ട്? സ്തോത്രം. നമുക്ക് ഒരുമിച്ച് നോക്കാം. അപ്പോൾ നമുക്കിത് ഇച്ചിരി ക്ലിയർ ആവും. ഈ അധ്യായത്തിൽ വെച്ച് മാത്രമുള്ള ചാർട്ടാണ്. സ്തോത്രം. സമയം അധികം എടുക്കത്തില്ല. അന്യഭാഷ പറയുന്നവൻ ആരോടാണ് സംസാരിക്കുന്നത്? ദൈവത്തോടാണ് സംസാരിക്കുന്നത്. പ്രവചനം പറയുന്നവനോ ആരോടാണ് സംസാരിക്കുന്നത്? ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. അന്യഭാഷ ആർക്കാണ് മനസ്സിലാകുന്നത്? വ്യാഖ്യാനമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. പ്രവചിച്ചാലോ ഈ ഭാഷയിലായതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകും, വ്യാഖ്യാനം ആവശ്യമില്ല. അന്യഭാഷയുടെ ഉദ്ദേശം എന്താണ്? സ്വന്തമായ ആത്മീയ വളർച്ച. എന്നാൽ പ്രവചനത്തിന്റെ ഉദ്ദേശം എന്താണ്? സഭയുടെ ആത്മീയ വളർച്ച. ഈ അന്യഭാഷ സംസാരിക്കുന്നവൻ എന്ത് പ്രയോജനം ലഭിക്കും? തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. സഭയ്ക്ക് എന്താണ് പ്രയോജനം? വ്യാഖ്യാനമില്ലെങ്കിൽ അന്യഭാഷ കൊണ്ട് സഭയ്ക്ക് പ്രയോജനമില്ല. എന്നാൽ പ്രവചിക്കുന്നവനോ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. ബുദ്ധിയുടെ പങ്ക് എന്താണ്? നമ്മൾ അന്യഭാഷ പറയുമ്പോൾ അത് അഫലമാണ്. എന്നാൽ പ്രവചിക്കുമ്പോഴോ ആത്മാവും മനസ്സും പ്രവർത്തിക്കുന്നു, സഭയ്ക്ക് അത് ഫലപ്പെടുന്നു. പൊതു ആരാധന സ്ഥലത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ താഴോട്ട് അടുത്ത ആഴ്ച നമ്മൾ നോക്കും, 2 or 3 പേർ ആകട്ടെ, പക്ഷെങ്കിൽ വ്യാഖ്യാനം വേണം. പക്ഷെ അന്യഭാഷ സംസാരിക്കുന്ന നമ്മൾ എന്ത് ചെയ്ത് വിലക്കരുത്. പ്രവചിക്കുന്നവനോ പ്രവചനത്തെ കുറിച്ച് പറയും, നമ്മളത് വാഞ്ചിക്കണം. എല്ലാവരും പഠിപ്പാനും എല്ലാവരും പ്രബോധനം ലഭിക്കാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ചേർന്ന് പ്രവചിക്കരുത്, മറിച്ച് എന്താണ്? ഓരോരുത്തരായി പ്രവചിക്കണം. സ്തോത്രം. സംസാരിക്കുന്നവരുടെ എണ്ണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്യഭാഷ സംസാരിക്കുന്നവൻ 2 or 3 പേർ വ്യാഖ്യാനത്തിനായി ക്രമമായി. പ്രവചിക്കുന്നവരോ 2 അല്ലെങ്കിൽ 3 പേർ. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. പ്രധാന നേട്ടം എന്താണ് അന്യഭാഷയിലൂടെ? നമ്മളുടെ വളർച്ച, നമ്മളുടെ ആത്മീയ വളർച്ച. അപ്പോസ്തലനായ പൗലോസ് പറയും, നിങ്ങൾ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണം, എല്ലാവരും സംസാരിക്കണം. എന്നാൽ പ്രധാന നേട്ടം പ്രവചനത്തിന്റെ എന്താണ്? സഭയാണ് വളരുന്നത്. സ്തോത്രം. പുറകാലെ 14-ാം അധ്യായം നിങ്ങൾ വീട്ടിലിരുന്ന് ശ്രദ്ധിച്ചൊന്ന് വായിക്കുമ്പോൾ ഇത് മനസ്സിലാകും. സ്തോത്രം. അപ്പോൾ നമ്മൾ ആരാധിക്കേണ്ടത് ബുദ്ധിയിലും ആരാധിക്കണം, ആത്മാവിലും ആരാധിക്കണം. ബുദ്ധിയിലും ആരാധിക്കുക, ആത്മാവിൽ ആരാധിക്കാം. അടുത്തതായിട്ട് 20-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നു, നമ്മൾ ബുദ്ധിയിൽ, നമ്മുടെ ചിന്തയിൽ നമ്മൾ പക്വതയുള്ളവരായിരിക്കണം. ബുദ്ധിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പക്വതയുള്ളവരായിരിക്കണം. എന്നാൽ തിന്മയ്ക്ക് എന്താണ്? നമ്മൾ ശിശുക്കൾ. തിന്മയ്ക്ക് നമ്മൾ ശിശുക്കളും ബുദ്ധിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മുതിർന്നവരും ആയിരിക്കണം. 20-ാം വാക്യം ഒന്ന് വായിക്കാം. സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പിൻ, ബുദ്ധിയിലോ മുതിർന്നവരാകുവിൻ. തിന്മയ്ക്ക് നമ്മൾ ശിശുക്കളാകാം, ബുദ്ധിക്കോ നമ്മൾ മുതിർന്നവരാകണം. എന്തിനായിരിക്കും അപ്പോസ്തലനായ പൗലോസ് ഈ അന്യഭാഷയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിവിടെ പറയാനുള്ള കാര്യം എന്തായിരിക്കാം? അപ്പോസ്തലനായ പൗലോസ് സഭ മുഴുവനായി ആത്മീയ വർധന വരുത്തുന്ന കാര്യം പറയുന്നു. ആത്മീയ പക്വതയിൽ വളരുമ്പോൾ ബുദ്ധിയിൽ നമ്മൾ എന്താകണം? മുതിർന്നവരാകണം. 20-ാം റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യം വായിക്കുമ്പോൾ അവിടെ ആരാധനയെ കുറിച്ച് പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ജീവനും വിശുദ്ധിയും പ്രസാദമുള്ള യാഗമായി നമ്മൾ ദൈവസന്നിധിയിൽ വരണം.
തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദം പൂർണ്ണതയുമുള്ള ദൈവഗതം എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി, കണ്ടോ, മനസ്സ് പുതുക്കണം. We need to be renewed our mind. മനസ്സ് എപ്പോഴും പുതുക്കണം എന്ന് പറഞ്ഞാൽ മനസ്സ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കണമെന്ന്. മനസ്സുകൾ നമ്മൾ ബുദ്ധിയിൽ എന്തായിരിക്കണം? നമ്മൾ മുതിർന്നവരായിക്കൊണ്ടേയിരിക്കണം. നമ്മൾ വളർന്നപ്പം കർത്താവിനെ അറിഞ്ഞപ്പോ ഈ ബുദ്ധിയായിരുന്നു പോരാ. മനസ്സ് എന്ത് ചെയ്യണം? പുതുക്കിക്കൊണ്ടിരിക്കും. എങ്കിൽ മാത്രമേ വിശുദ്ധ ആരാധനയായിക്ക് നമ്മളെ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്തോത്രം. ഇതേ അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന് വിരോധമായി പൊങ്ങി വരുന്ന എല്ലാ സങ്കല്പങ്ങളെയും ഇടിച്ചു കളയണം. ഉയർച്ചകളെ ഇടിച്ചു കളഞ്ഞിട്ട് ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ അനുസരണത്തിൽ കൊണ്ടുവരണമെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കർത്താവിന് വിരുദ്ധമായി പൊങ്ങി വരുന്ന ഉയർച്ചകളും നിരൂപണങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ ഇടിച്ചു കളഞ്ഞിട്ട് അതെല്ലാം കർത്താവിന്റെ അനുസരണത്തിന്റെ കീഴിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞോ. മനസ്സിലായോ? നമ്മൾ ബുദ്ധിയിൽ നമ്മൾ എന്ത് ചെയ്യുക? വളർന്നുകൊണ്ടേയിരിക്കണം. ബുദ്ധിയിൽ നാം വളർന്നുകൊണ്ടേയിരിക്കണം. ചിന്തയിൽ നാം വളർന്നുകൊണ്ടേയിരിക്കണം. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും സൽകീർത്തിയോ പുകഴ്ചയോ ഇതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. കണ്ടോ? ബുദ്ധിയിൽ നമ്മൾ എന്താണ്? വളരണം. ബുദ്ധി ഇല്ലാത്തവരല്ല നമ്മള്. ബുദ്ധി ഇല്ലാത്തവരായിരിക്കാം, പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ ബുദ്ധി ദൈവം നൽകിത്തരും. ഫൽസിക്കാതെ എല്ലാവർക്കും അവതാരമായി നൽകുന്ന ദൈവമുണ്ട്. ജ്ഞാനം ദൈവം നൽകിത്തരും. അത് നമ്മൾ എന്ത് ചെയ്യുക? വളർന്നുകൊണ്ടേയിരിക്കണം. വളർന്നുകൊണ്ടേ. ബുദ്ധിക്ക് നമ്മൾ മുതിർന്നവരും തിന്മയ്ക്ക് നമ്മൾ ശിശുക്കളുമാകണം. സ്തോത്രം. ഞാൻ ഇതേക്കുറിച്ച് വായിച്ചപ്പോഴ് ഈ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഉണ്ട് സൈക്കോളജിയിൽ, വൈജ്ഞാനിക മനഃശാസ്ത്രം. ഇവർ പറയുന്നത് തെറ്റായ പെരുമാറ്റം പലപ്പോഴും വികലമായ ചിന്തയിൽ നിന്നാണ് ഉളവാകുന്നത്. എന്ന് പറഞ്ഞാൽ dysfunctional behavior often stems from wrong thinking. തെറ്റായ പെരുമാറ്റം പലപ്പോഴും വരുന്നത് നമ്മുടെ തെറ്റായ ചിന്തയിൽ നിന്നാണ്. അപ്പോൾ പെരുമാറ്റമാണോ ആദ്യം ശരിയാക്കേണ്ടത്? ചിന്തയാണോ ആദ്യം ശരിയാക്കേണ്ടത്? ചിന്ത ശരിയാക്കണം. ചിന്ത ശരിയാക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ബുദ്ധിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മുതിർന്നവരാകണം. ഏത് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്? സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്ന കോണ്ടെക്സ്റ്റ്. സ്തോത്രം. നമുക്കറിയാമല്ലോ, നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം ചിന്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആർ എന്ന് ചോദിക്കുന്നത്. ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഭാഷയിൽ തന്നെ ദൈവം സംസാരിക്കും. ദൈവത്തിന്റെ ചിന്തകൾ ദൈവം നമുക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ പറഞ്ഞു തരും. നമുക്കറിയാമല്ലോ, ഏറ്റവും വലിയൊരു ആരാധന അപ്പോ യെശയ്യാവാണ് കണ്ടത്. സ്വർഗത്തിലെ ആരാധന യെശയ്യാവ് കാണുകയാണ്. സ്വർഗീയ ഭാഷയിലാണ് ദൂതന്മാർ ആരാധിച്ചത്. ആണോ? യെശയ്യാവിന് മനസ്സിലാകുന്ന ഭാഷയിൽ ദൂതന്മാർ സ്വർഗത്തിൽ ആരാധിക്കുകയാണ്. ചിലപ്പോ ഹീബ്രുവോ അറമേക്കോ ഒക്കെ ആയിരിക്കാം. പക്ഷെ അതാണോ ദൈവത്തിന്റെ ഭാഷ? സ്വർഗത്തിലെ ഭാഷ നമുക്കറിയില്ല. എന്താണ് പാടിക്കൊണ്ടിരുന്നത്? ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ ആരാധന യെശയ്യാവ് കണ്ടപ്പോൾ യെശയ്യാവിന് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം സംസാരിക്കുകയാണ്. അല്ലേ? പത്മോസ് ദ്വീപിൽ ലേഖനായി അപ്പോസ്തലനായ യോഹന്നാൻ ഇരിക്കുകയാണ്. യേശു സംസാരിക്കുന്നു, ദൈവം സംസാരിക്കുന്നു, ദൂതൻ സംസാരിക്കുന്നു. ഏത് ഭാഷയിലാണ്? യോഹന്നാന് മനസ്സിലാകുന്ന ഭാഷയിൽ യോഹന്നാനോട് ദൂതൻ സംസാരിക്കുകയാണ്. സ്വർഗത്തിലെ ഭാഷയിലല്ല സംസാരിക്കുന്നത്. സ്തോത്രം. ഇപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ. 6-ാം വാക്യത്തെ ഒന്നുകൂടെ വായിച്ചോളട്ടെ. സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകൾ സംസാരിച്ചതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? 6-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയ വാക്യമാണ്. അപ്പോൾ നമുക്ക് പ്രയോജനം വരണമെങ്കിൽ എന്ത് ചെയ്യണം? വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നാം സംസാരിക്കുക. അന്യഭാഷയിൽ സംസാരിക്കരുതെന്നല്ല, മറിച്ച് അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ പ്രയോജനം നോക്കി ആ ഭാഷയിൽ നാം സംസാരിക്കണം. നമ്മളപ്പോൾ ഇന്നത്തെ നമ്മുടെ ആരാധനയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. എനിക്ക് മാത്രമാണോ ഞാൻ അനുഗ്രഹമായത്? അതോ എൻ്റെ കൂടെ ആരാധിക്കുന്ന മറ്റു ജനങ്ങൾക്ക് മുഴുവനും ഞാൻ അനുഗ്രഹമായോ? നമ്മളെ തന്നെ നമ്മൾ വിലയിരുത്തണം. അപ്പോഴാണ് ബുദ്ധിയിൽ നാം
മുതിർന്നവരാകുന്നത്. സ്തോത്രാവസാനമായി പ്രവചനത്തിന്റെയും അന്യഭാഷയുടെയും ഉദ്ദേശത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. പ്രവചനത്തിന്റെയും അന്യഭാഷയുടെയും ഉദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, എങ്കിലും അവർ എന്റെ വാക്ക് കേൾക്കയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കത്രേ. പ്രവചനമോ അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്ക് തന്നെ. സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ? എല്ലാവരും പ്രവചിക്കുന്നു എങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്ത് വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും. അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവിണ്ണു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. സ്തോത്രം. അപ്പോൾ അന്യഭാഷയും പ്രവചനവും ഒരു അടയാളമാണ്. പക്ഷെ 2 കൂട്ടർക്കാണ് അടയാളം. ഈ 21 വാക്യത്തിൽ നമ്മൾ വായിച്ച വാക്യം യെശയ്യാപ്രവചനം 28 അധ്യായത്തിലെ ഒരു പ്രവാചകൻ പറഞ്ഞൊരു വാക്യമാണ്. അവിടെ പറയുന്നത് ഒരു ജഡ്ജിമെന്റ് ആയിട്ടാണ്. ദൈവം അവരെ വിധിക്കുകയാണ്. കേൾക്കാത്ത ചെവിയുള്ളവരോട് ദൈവം എന്താണ്? വേറെ ഭാഷകൾ സംസാരിക്കും. ദൈവം അവരെ ന്യായം വിധിക്കുകയാണ്. അപ്പോൾ പ്രവചനം നമ്മൾ സംസാരിക്കുമ്പോൾ ആ അടയാളം ആർക്കാണെന്നാണ് പറഞ്ഞത്? അന്യഭാഷയുടെ. അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസിക്കല്ല, അവിശ്വാസിക്കാണ്. എന്നാൽ നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ, നമ്മൾ പ്രവചനം പറയുമ്പോൾ അല്ലെ വ്യാഖ്യാനം ഉപയോഗിക്കുമ്പോൾ അത് കൺഫ്യൂഷൻ ആകത്തില്ല, ഭ്രാന്താന്ന് പറയത്തില്ല. മറിച്ച് ഹൃദയങ്ങളിൽ എന്താകും? 24 വാക്യം, അവിശ്വാസിയോ ആത്മവരമില്ലാത്തവൻ അകത്തു വന്നാൽ എല്ലാവരുടെയും വാക്കിനാലും അവന് പാപബോധമുണ്ടാകും. പാപബോധം. അത് മാത്രമല്ല, എല്ലാവരാലും വിവേചിക്കപ്പെടും. അവന്റെ ഹൃദയം രഹസ്യങ്ങളെ വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവന്നു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ ആരാധന ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവത്തിന്റെ സാക്ഷ്യമായി ദൈവം നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ടെന്ന് കവണ് വീണ് ദൈവത്തിന് വേണ്ടി അവരുടെ ജീവിതം സമർപ്പിക്കപ്പെടും. സ്തോത്രം. അപ്പോൾ നമ്മളുടെ പൊതുവായുള്ള ആരാധന മറ്റുള്ളവരെ കർത്താവിങ്കിലേക്ക് നയിക്കുന്ന ഒരു അവിശ്വാസിയായ ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ കർത്താവിങ്കിലേക്ക് നയിക്കുന്നതായിരിക്കണം നമ്മുടെ ഒരുമിച്ചുള്ള ആരാധന. എങ്കിൽ മാത്രമേ അവർക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ, ദൈവം നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ട്. സ്തോത്രം. അപ്പോൾ നമ്മൾ കൂടി വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇന്നത്തെ നമ്മളുടെ ആരാധനയിലൂടെ, എൻ്റെ ആരാധനയിലൂടെ ദൈവം നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ടെന്ന് എത്ര പേര് മനസ്സിലായി? എത്ര പേർക്ക് എൻ്റെ ആരാധനയിലൂടെ അത് വെളിപ്പെട്ടു? സ്തോത്രം. ദൈവാത്മാവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് 14 അധ്യായത്തിന്റെ 1 വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിക്കണം. അപ്പോൾ തന്നെ ആത്മീയ വരങ്ങളെ നാം എന്ത് ചെയ്യണം? വാഞ്ചിക്കണം. ഈ ഒരു അടുത്ത ഞായറാഴ്ച നമ്മൾ ഒരുമിച്ച് വരുന്നിടം വരെ എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കണം. എന്താണ്? കർത്താവേ, എനിക്ക് ആത്മീയ വരങ്ങളെ നൽകിത്തരണമേ. അന്യഭാഷയില്ലാത്തവർ പറയുക, കർത്താവേ അന്യഭാഷയിൽ എനിക്ക് നിറയ്ക്കണമേ. അന്യഭാഷ ഉള്ളവർ പ്രാർത്ഥിക്കുക, കർത്താവേ വ്യാഖ്യാന വരം എനിക്ക് നൽകിത്തരണമേ, പ്രവചന വരം എനിക്ക് നൽകിത്തരണമേ. എല്ലാവരും ഈ ഒരാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് എന്ത് ചെയ്യും? പല പല വരങ്ങളെ, വെളിപ്പാട്, ജ്ഞാനത്തിന്റെ എല്ലാം വരങ്ങളെ ദൈവം നമുക്ക് നൽകിത്തരും. സ്തോത്രം. നമ്മുടെ ആരാധനയിൽ ആത്മാവ് മാത്രമല്ല ബുദ്ധിയും ഒരുപോലെ പ്രവർത്തിക്കണം. സ്തോത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൃത്യതയോടെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ ആരാധനയിൽ കുടുംബ പ്രാർത്ഥന, നമ്മുടെ ഭവനങ്ങൾ കുടുംബ പ്രാർത്ഥന നടക്കുമ്പോഴും, നമ്മൾ ഒരുമിച്ച് ഇവിടെ കൂടി വരുമ്പോഴും, അല്ലെങ്കിൽ കെയർ സെല്ലായി കൂടി വരുമ്പോൾ, ലേഡീസ് പ്രെയർ, മെൻസ് മീറ്റിംഗ്, അല്ലെ ഡെയിലി പ്രെയർ ഒക്കെ കൂടി വരുമ്പോൾ ദൈവം ചിലരുടെയൊക്കെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തും. ചില പാപബോധം വരുത്തും. ചില ബോധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവർക്ക് വ്യത്യാസം ഉണ്ടാകും എന്ന് നമ്മൾ ചിന്തിക്കുക. സ്തോത്രം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് കൂടി വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, എനിക്കെന്ത് നല്ല വികാരമായി. ശരി, അതൊക്കെ ശരിയാണ്.
എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? എന്നിലൂടെ ഇന്ന് എത്ര പേർ ബലപ്പെട്ടു? എന്നിലൂടെ ഇന്ന് എത്ര പേർ ശക്തിപ്പെട്ടു? എന്നിലൂടെ ഇന്ന് എത്ര പേർ ആത്മീയമായി വളരാനായിട്ട് സാധിച്ചു? സ്തോത്രം. അപ്പോൾ നാം ചിന്തിക്കണം, കർത്താവേ, എന്നിൽ അങ്ങ് പകർന്ന ആത്മവരത്തെ ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ? Am I using the gift God gave us? ദൈവം തന്ന വരത്തെ ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഡു ഐ ഡിസയർ ദ ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ്? അതോ ഞാൻ വന്നു, പ്രാർത്ഥിച്ചു, പാടി, പോയി, അത് മാത്രമേ ഉള്ളൂ? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ ആത്മീയ വരങ്ങളെ ഉപയോഗിക്കുന്നുണ്ടോ? സ്തോത്രം. ഒരു കാര്യം മനസ്സിലാക്കുക, അപ്പോസ്തലനായ പൗലോസ് നമ്മളെക്കാൾ എല്ലാം ആത്മീയമായി വളർന്ന ഒരു വ്യക്തിയാണ്. ധാരാളം പുസ്തകങ്ങൾ, ധാരാളം യാത്രകൾ, നമ്മളെക്കാളൊക്കെ കർത്താവിന് വേണ്ടി ചെയ്ത പ്രവൃത്തിയാണ്. അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല, ഈ ഗിഫ്റ്റ്, ഈ പ്രൊഫസി, ഇതെല്ലാം എൻ്റെ പോക്കറ്റിൽ എനിക്ക് വേണ്ടി മാത്രം ഉള്ളതാ, നിങ്ങൾക്കാരും ഇതൊന്നും ചിന്തിക്കരുത്, നിങ്ങളിങ്ങനെ എൻ്റെ അടുത്ത് പോലും വരാൻ നിങ്ങൾ ആരും യോഗ്യതയില്ല. അങ്ങനെയാണോ അദ്ദേഹം പറഞ്ഞത്? അല്ല. യേശുവിൽ വിശ്വസിച്ച് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച്, എന്നിട്ട് നമ്മൾ കേട്ടതുപോലെ സ്റ്റിയറിംഗ് വീൽ കർത്താവിൻ്റെ കൈ കൊടുത്ത എല്ലാവർക്കും ഉള്ളതാണിത്. എല്ലാവർക്കും ഉള്ളതാണിത്. സ്തോത്രം. ദൈവം ഒരാൾക്ക് മാത്രം കൊടുത്തു മറ്റേയാൾക്ക് തരത്തില്ല, അങ്ങനെയില്ല. എല്ലാവർക്കും ദൈവം തരും. ചോദിക്കുന്ന ഏവനും ദൈവം നൽകും. സ്തോത്രം. അതുകൊണ്ട് ഒരാഗ്രഹം നമുക്കുണ്ടാകണം. എന്താണ് ആഗ്രഹം? കർത്താവേ, എനിക്ക് ആത്മീയ വരങ്ങളെ